പൊന്നാനി വാളാഞ്ചേരി റൂട്ടിൽ ഒരു ബസ്സിലേക്ക് ഒരു മയിൽ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷി, ഇടിച്ചു കയറുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഒരു മിനിറ്റ് തുടല്ലാതെ വീഡിയോ ഏടി ചോദിക്കും പിടിക്കണ്ട വിട്ടോ വിട്ടോ അപ്പോൾ ഈ ഒരു മയിൽ വണ്ടിയിൽ ഇടിച്ച് കയറുന്നു, ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുന്നു. ഇതെങ്ങനെയാണ് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പറയുന്നത്. അതിനോടൊപ്പം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, വിടരുത് ഏടി ചോദിക്കും അപ്പോൾ കാണിക്കാനാണ് എന്ന്. അപ്പം ഞാനിത് ആലോചിക്കുന്നത്, നിരവധിയായ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ചില കാനന പാതയുടെ വശങ്ങളിലൂടെ പോകുമ്പോൾ ഈ വള്ളികൾ ഇങ്ങനെ തൂക്കി നിൽക്കും. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് അത് സംഭവിക്കുന്നത്, ഇപ്പോൾ ഈ ഞാനിവിടെ പിറവത്തായിരുന്നപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്നൊരു കുമിളി റൂട്ടിയുണ്ട്. അത് നേര്യമംഗലം വഴി, കോതമംഗലം നേര്യമംഗലം വഴി ഇടുക്കി വഴി പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ നേര്യമംഗലത്തു നിന്ന് ഈ കാനന പാതയിലൂടെ പോകുന്ന വഴിക്ക് മിക്കവാറും സമയത്ത് ഈ വള്ളി, ഞാൻ രാത്രി തിരിച്ചു വരുന്ന സമയത്താണ് വള്ളികൾ കൂടുതലായിട്ട് കിടക്കുന്നത്. ഈ തടിലോറികൾ പോകുമ്പോൾ ഇതിലുടക്കി വരുന്ന ഇതടിച്ച് ഗ്ലാസ് പൊട്ടും. അപ്പം അവിടെ ഡ്രൈവർ നിസ്സഹായനാണ്. കാരണം ഇത് ചെല്ലുമ്പോൾ ഈ എ ഡി എന്ന് പറഞ്ഞ ഭീകരന്മാരെ പറയുന്നത് എ ഡി കാരണല്ലേ, ഇടിയൊക്കെ ഈ കുറ്റം ഡ്രൈവർ തെളിയിക്കണം, ഈ പൊട്ടിയത് എങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾ കാണുക, ഒരു വന്യജീവിയായിട്ടുള്ളൊരു പക്ഷി പറന്ന് വന്ന് ഇടിക്കുന്നു. ആ ഇടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇരിക്കുന്ന ഡ്രൈവർക്ക് പരിക്ക് പറ്റുന്നു. ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റുന്ന സമയത്തും ആ മനുഷ്യൻ ഈ ഒരു വന്യജീവിയെ പിടിക്കുന്ന ആ പേടിയോടുകൂടി തന്നെ അദ്ദേഹം അതിനെ പിടിച്ചു വയ്ക്കാൻ നിർബന്ധിതനാണ്. കാരണം എ ഡിയെ കാണിക്കണം. ഇതാണ് KSRTCയിലെ നിയമങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളെ പറയുന്നതിന് ഇവർ, എനിക്ക് തോന്നുന്നൊരു പെരുമ്പാമ്പാ വന്നെങ്കിൽ പോലും ആ പാവം ഈ പൈസ അടയ്ക്കണമല്ലോ, ഈ ഗ്ലാസ് പൊട്ടിയതിന് ഉത്തരവാദിത്തം പറയണമെന്ന് ഓർത്ത് ചിലപ്പോൾ പിടിച്ചു വെച്ചാൽ ഒരു കടുവയോ പുലിയോ ഒക്കെ ആണെങ്കിൽ ഇത് KSRTC ഡ്രൈവർമാർ പിടിച്ചു വെക്കേണ്ട വ്യവസ്ഥയാണ്. ഈ മറ്റവൻ്റെ ഫോണിനകത്ത്, ഈ കണ്ടക്ടറുടെ ഫോണിനകത്ത് ചാർജ് ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ കണ്ടക്ടറാണോ യാത്രക്കാരാണോ എന്നറിയത്തില്ല, അവർ ആ സമയത്ത് ഇത് എടുത്തില്ല എങ്കിൽ ഈ ഗ്ലാസ് പൊട്ടിയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഡ്രൈവറുടെ തലയിൽ വരും. ഇപ്പോൾ മിക്കവാറുമൊക്കെ എല്ലാം 10, 15, 17 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് ഈ ഫ്രെയിമൊക്കെ ഇളകിയിരിക്കുന്ന വണ്ടികളാണ്. ഇത് ചിലപ്പോൾ കട്ടറിൽ ചാടുമ്പം ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയിട്ടുള്ളതുണ്ട്. അല്ലാതെ തന്നെ ഇതിൻ്റെ ഈ നല്ല ഷെയ്ക്ക് വരുമ്പം ഈ സൈഡുകൾ ദ്രവിച്ചിട്ട് വണ്ടിയുടെ ഓട്ടത്തിൽ തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. എതിരെ വരുന്ന വണ്ടി, ഇപ്പോൾ കട്ടറുള്ള റോട്ടിൽ കൂടി പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടിയുടെ ടയറിൽ നിന്നും ഈ ചെറിയ കല്ലുകൾ അടിച്ച് വന്നിട്ട് ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുള്ള സംഭവങ്ങൾ നിരവധിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ തിരുവനന്തപുരത്ത് ജോലിയെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എതിരെ വരുന്നൊരു ബസ്സിൽ നിന്നും ഒരു ആൾ ഒരു നേർച്ചപ്പണം എറിഞ്ഞു കൊടുക്കുക, ചില്ലറ തൊട്ടുകളിങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്നു. അതിനകത്ത് 10 രൂപയുടെ 5 രൂപയുടെ ഏതൊരു തൊട്ട് തെറിച്ച് വന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ്സിൽ കൊട്ടി വണ്ടി പൊട്ടി പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള നിരവധിയായ സംഭവങ്ങളിൽ ഈ ഡ്രൈവർ ഇത് തെളിയിക്കുവാൻ സാധിക്കാതെ നിസ്സഹായനായി മാറി അവൻ്റെ ശമ്പളത്തിൽ നിന്നും പൈസ പിടിക്കുന്ന യാതൊരു ദയയും മനസാക്ഷിയുമില്ലാത്ത ഒരു മാനേജ്മെൻറ്റാണ് KSRTCയിലുള്ളത്. ഇപ്പം ഇതൊരു വന്യജീവിയാണ്. ഇത് വന്നിടിച്ച് ഇടിയുടെ ആഘാതത്തിലാണെങ്കിൽ പോലും ഈ ഡ്രൈവർ അത് പിടിച്ച് വെക്കുമ്പോൾ അയാളുടെ കയ്യിലിരുന്ന് ഈ ഇടിച്ച പരിക്ക് കൊണ്ട് തന്നെ ഈ മയിലെങ്ങാനും ചത്തുപോയിരുന്നെങ്കിൽ ഈ ഡ്രൈവർ നേരെ അകത്ത് പോകും. കാരണം ഈ ഒരു ജീവിയെ തൊടാൻ പാടില്ല. നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ലാത്ത കർശനമായ നിയമമുള്ള ഒരു മനുഷ്യൻ മരിച്ചാൽ ഉണ്ടാകുന്നതിൽ കൂടുതൽ കുറ്റകരവും ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. അത് അദ്ദേഹം പിടിച്ചു വയ്ക്കാൻ നിർബന്ധം. കാരണം AD എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു പേര് കേൾക്കുമ്പോൾ ഇത് ADയെ കാണിക്കണമല്ലോ, ഇല്ലേ എൻ്റെ പണിത ശമ്പളം 10,000-10,000 രൂപ ഒരു മനസാക്ഷിയില്ലാതെ കോസ്റ്റ് ഓഫ് ഡാമേജ് ഇനത്തിൽ KSRTC ജീവനക്കാരോട് വാങ്ങിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു മയിലല്ല ഒരു പുലിയാണ് വന്നിരുന്നെങ്കിലും ചിലപ്പോൾ ഈ ഡ്രൈവർ അത് പിടിച്ചു വയ്ക്കും. കാരണം അതിലും വലിയ വന്യമൃഗങ്ങളാണ് KSRTCയുടെ മാനേജ്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് പാവപ്പെട്ട ഡ്രൈവർമാരോട് കോസ്റ്റ് ഓഫ് ഡാമേജ് ഇനത്തിൽ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഗതികേടുണ്ടാകുന്നത്. ഏതായാലും ഈ ഒരു സംഭവം നിങ്ങൾ കാണുമ്പോൾ പരിക്കേറ്റിട്ടും ഈ ജീവിയെ പിടിച്ചു നിർത്താൻ വേണ്ടി അയാൾ കാണിക്കുന്ന ആ വെപ്രാളം KSRTCയുടെ കിരാതമായിട്ടുള്ള നിയമത്തിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിവരം നിങ്ങളെ കാണിച്ച് സംസാരിച്ചത്. നന്ദി. Thank you.